വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വഞ്ചി അപകടത്തിൽപ്പെട്ട് ഭർത്താവും ഒരു മകനും നഷ്ടപ്പെട്ട് ദുഃഖത്തിൻ്റെ കയത്തിൽ അകപ്പെട്ടുപോയ ടെസ്സി എന്ന കുടുംബിനി. ഈ ജീവിത ദുഃഖത്തിൽ നിന്ന് കരകയറിയ ഇവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഒരു നിമിഷം. ഇതുപോലെ ഒരു വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ അത്രയേറെ സങ്കടകരമായൊരു അനുഭവം എനിക്കുണ്ടായത്. 1986 ജാനുവരി 5-ാം തീയതി ഒരു ദിവസം വൈകുന്നേരം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും കൂടെ ഇങ്ങനെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യ നേരത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്വല്പം അകലെ കൂടെ പോയ ഒരു ബോട്ടിൻ്റെ, വളരെ സ്പീഡിൽ പോയ ഒരു ബോട്ടിൻ്റെ ഓളത്തിലാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വഞ്ചി തലകീഴായി മറിയുന്നത്. 2.5 വയസ്സുള്ള എൻ്റെ മകനെ ഞാൻ ഒക്കത്തെടുത്തിരിക്കുന്നു. 7 വയസ്സുള്ള മകനും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നു. മറിഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മുങ്ങിപ്പോകുമ്പോഴത്തേക്ക് ഞാൻ ശ്വാസം മുട്ടി തല പൊക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈ അറിയാതെ 2.5 വയസ്സുള്ള മോനെയും കൊണ്ടുള്ള കൈ താഴേക്ക് പോവുകയാണ്, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാണല്ലോ. അയ്യോ, എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നല്ലോ എന്നോർത്ത് ഞാൻ കൈ പൊക്കുമ്പോഴത്തേക്ക് ഞാൻ താണു പോകുന്നു. ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തെങ്കിലും വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഇതായിട്ട് കുഞ്ഞിനെ ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടില്ല. അവൻ എൻ്റെ ഇടത് കയ്യിൽ ഇങ്ങനെ അവൻ്റെ കക്ഷത്തിൽ ചേർത്ത് ഞാനിങ്ങനെ പിടിച്ചു, ഒരു ഒറ്റ കൈ കൊണ്ട് പിടിക്കുകയും മറ്റേ കൈ വള്ളത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത വള്ളത്തിലാണ് ഞങ്ങൾ. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 15-20 മിനിറ്റെങ്കിലും ഇങ്ങനെ കിടന്നു ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്ന സമയത്താണ് 2 സൈഡിൽ നിന്നും ഉള്ള ആൾക്കാർ ഞങ്ങളുടെ ബഹളം കേട്ട് വെള്ളത്തിൽ വരുന്നതും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതും. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, 21 വർഷം മുമ്പ് അനുഭവിച്ച ആ ദുഃഖത്തിൽ നിന്നും എനിക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ശൂന്യതയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർത്ത് നോക്കിയാൽ എനിക്ക് മുമ്പോട്ടെന്താണ് പുറകോട്ടെന്താണ് ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക്നെസ്. എന്താണ് ചിന്തിക്കുന്നതെന്നറിയില്ല, എന്താണ് പറയുന്നറിയില്ല, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നറിയില്ല. അതുപോലെ ഒരു ശൂന്യതയായിരുന്നു എൻ്റെ മനസ്സിലും എനിക്ക് മുമ്പിൽ കാണുന്നതും. എങ്കിലും ദൈവാനുഗ്രഹത്താൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഒരിക്കലും അത് എൻ്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല. തമ്പുരാൻ്റെ വലിയ കൃപയാൽ ആ ദുഃഖത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും ഇപ്പം നിങ്ങളെ ഇങ്ങനെ അഭിമുഖീകരിക്കാനും ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ പഴയ കാര്യങ്ങൾ ഇത്രയും ഓർമ്മയിലും മനസാന്നിധ്യത്തോടും പറയാൻ സാധിക്കുന്നതിന് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീണ്ടും അപേക്ഷിക്കുന്നത്, ഒരിക്കലും നമുക്ക് ദുഃഖം കൊണ്ട് തീരുന്നില്ല. ദുഃഖം കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ദുഃഖവെള്ളി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നമുക്ക് ഉദ്ധാനമാണ്, ഉയർപ്പാണ്, മഹത്വമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള മഹത്വങ്ങളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു മഹത്വത്തിൻ്റെ പാതയിലാണ് ഞാനിപ്പോഴെന്ന് എനിക്ക് തോന്നുകയാണ്. ദുഃഖത്തെയൊക്കെ തരണം ചെയ്യാൻ ദൈവകൃപയാൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടും തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ നന്ദിയോടെ തലകുനിക്കുന്നു.